സമ്മർ വെക്കേഷൻ ഹിറ്റാക്കാൻ പ്രിയ താരങ്ങൾ എത്തുന്നു. മമ്മൂട്ടി മോഹൻലാൽ ചിത്രം പാട്രിയറ്റ്, ടൊവിനോ തോമസിന്റെ പള്ളിച്ചട്ടമ്പി, നിവിൻ പോളിയുടെ പ്രതിച്ഛായ, വാഴ 2, മോഹിനിയാട്ടം തുടങ്ങി ഒരു പിടി ചിത്രങ്ങൾ എത്തുന്നു. ഇതിൽ ആദ്യം എത്തുന്നത് നിവിൻ പോളിയുടെ പ്രതിച്ഛായാണ്. ബി ഉണ്ണികൃഷ്ണൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത പ്രതിച്ഛായ മാർച്ച് 27 പ്രേക്ഷകരിലേക്ക് എത്തുന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം സർവമായ എന്ന സിനിമയിലൂടെ തിരികെ വന്ന നിവിൻ പോളിയുടെ അടുത്ത സിനിമയാണ് പ്രതിച്ഛായ. മലയാളം പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമയായ പ്രതിച്ഛായയിൽ നിവിൻ പോളി, ബാലചന്ദ്ര മേനോൻ, ഷറഫുദ്ദീൻ, സായ്കുമാർ, ആനഗസ്റ്റിൻ, സബിത ആനന്ദ്, നീതു കൃഷ്ണ എന്നിവർ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന സിനിമയുടെ ഛായാഗ്രഹണം ചന്തു സെൽവരാജ് നിർവഹിക്കുന്നു. എഡിറ്റർ മനോജ്, സംഗീതം ജസ്റ്റിൻ വർഗീസ്. ഇതോടൊപ്പം അമീർ സുഹേൽ എഴുതി സജൽ മമ്പഡ് സംവിധാനം ചെയ്യുന്ന ത്രില്ലർ സിനിമ ഡർബി 27 പ്രദർശനത്തിനെത്തുന്നു. ആദം സാബിക്, മെർലറ്റ് ആൻഡ് തോമസ്, സാഗർ സൂര്യ, ജോണി ആന്റണി, ഷൈൻ ടോം ചാക്കോ, ഹരിശ്രീ അശോകൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. മൻസൂർ അബ്ദുൾ റസാഖ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സംഗീതം അശ്വിൻ ആര്യൻ, ഛായാഗ്രഹണം ജസീൻ ജസീൽ, എഡിറ്റിംഗ് ജെറിൻ കൈതത്തോട് നിർവഹിക്കുന്നു. 2024 സൂപ്പർ ഹിറ്റ് വിജയം നേടിയ സിനിമയാണ് വാഴ. 2026 ഏപ്രിൽ 2 വാഴയുടെ 2ാം ഭാഗം പ്രദർശനത്തിനെത്തുന്നു. സവീൻ എസ് സംവിധാനം ചെയ്ത് തിരക്കഥാകൃത്തായ വിപിൻ ദാസ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ അമീൻ, വിജയ് ബാബു, അൽഫോൺസ് പുത്രൻ, അമിത് മോഹൻ, സുധീഷ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. സിനിമയുടെ ഛായാഗ്രഹണം അഖിൽ ലൈലാസുരൻ, എഡിറ്റിംഗ് കണ്ണൻ മോഹൻ നിർവഹിക്കുന്നു. എസ് സുരേഷ് ബാബു എഴുതി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത ആക്ഷൻ ഡ്രാമ ചിത്രമായ പള്ളിച്ചട്ടമ്പി ഏപ്രിൽ 10 പ്രേക്ഷകരിലേക്ക് എത്തുന്നു. ടൊവിനോ തോമസ്, കയാദോ ലോഹർ പ്രധാന കഥാപാത്രമായി എത്തുന്ന സിനിമയിൽ വിജയരാഘവൻ, ജോണി ആന്റണി, സുധീർ കരമന, ശ്രീജിത്ത് രവി, പ്രശാന്ത് അലക്സാണ്ടർ, ബാബുരാജ്, TG രവി എന്നിവരും അഭിനയിക്കുന്നു. കൈതപ്പുറം തിരുമേനി എഴുതിയ വരികൾക്ക് സംഗീത സംവിധാനം നൽകിയിരിക്കുന്നത് ജേക്സ് ബിജോയ് ആണ്. ഛായാഗ്രഹണം ടിജോ ടോമി, എഡിറ്റർ ശ്രീജിത്ത് സാരക് നിർവഹിക്കുന്നു. 1950കളുടെ അവസാനത്തിൽ കേരളത്തിലെ ഹൈറേഞ്ചിലെ കുടിയേറ്റ കർഷകരുടെ സമൂഹത്തെ ചുറ്റിപ്പറ്റിയാണ് സിനിമ. വേൾഡ് വൈഡ് ഫിലിംസ്, CQ ബ്രദേഴ്സ് എന്നിവരുടെ ബാനറിൽ നൗഫൽ, ബ്രിജീഷ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്. മലയാളം ഉൾപ്പെടെ 5 ഭാഷയിലാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. ഏപ്രിൽ 10 റിലീസ് ചെയ്യുന്ന മറ്റൊരു ചിത്രമാണ് മോഹിനിയാട്ടം. കൃഷ്ണദാസ് മുരളി ആദ്യമായി എഴുതി സംവിധാനം ചെയ്തതും തോമസ് തിരുവല്ലയും സൈജു കുറുപ്പും ചേർന്ന് നിർമ്മിച്ചതുമായ 2024 ഒരു മലയാള കോമഡി നാടക ചിത്രമാണ് ഭരതനാട്യം. അതേ ടീം വീണ്ടും ഒന്നിക്കുന്ന ബ്ലാക്ക് ഹ്യൂമർ ചിത്രമാണ് മോഹിനിയാട്ടം. സൈജു കുറുപ്പ് നായകനാകുന്ന ചിത്രത്തിൽ കലാരഞ്ജിനി, ശ്രീജ രവി, ജിന്നിൽ റെക്സ്, ജിവിൻ റെക്സ്, ജഗദീഷ്, സുരാജ് വെഞ്ഞാറമൂട്, വിനയ് ഫോർട്ട് എന്നിവരും ഈ സിനിമയുടെ ഭാഗമാകുന്നു. 2008 2020 സിനിമയ്ക്ക് ശേഷം മമ്മൂക്കയും ലാലേട്ടനും ഒരുമിക്കുന്ന സിനിമ പാട്രിയറ്റ് ഏപ്രിൽ 27 പ്രദർശനത്തിനെത്തുന്നു. 50ലധികം സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ച മമ്മൂക്കയും ലാലേട്ടനും 18 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. മമ്മൂക്ക ഫാൻസും മോഹൻലാൽ ഫാൻസും വളരെ പ്രതീക്ഷയോടെയാണ് ഈ സിനിമയെ വരവേൽക്കാൻ ഒരുങ്ങുന്നത്. മഹേഷ് നാരായണൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമയാണ് പാട്രിയറ്റ്. ഫഹദ് ഫാസിൽ, നയൻതാര, കുഞ്ചാക്കോ ബോബൻ, രേവതി, ദർശന രാജേന്ദ്രൻ, രഞ്ജി പണിക്കർ, സെറിൻ ഷിഹാബ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. 100 കോടിയിലധികം മുതൽ മുടക്കിയെടുത്ത സിനിമയുടെ ചിത്രീകരണം നടന്നത് ഇന്ത്യ, ശ്രീലങ്ക, UK, അസർബൈജാൻ, ദുബായ് എന്നിവിടങ്ങളിലാണ്. ആശീർവാദ് സിനിമാസ്, ആൻഡ്രൂ ജോസഫ് ഫിലിം കമ്പനി, കിച്ചാപ്പു എന്റർടൈൻമെന്റ്സ് ഈ 3 കമ്പനികൾ ചേർന്നാണ് പാട്രിയറ്റ് സിനിമ നിർമ്മിക്കുന്നത്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം മനൂഷ് നന്ദൻ, സംഗീതം സുഷീൻ ശ്യാം, എഡിറ്റർ രാഹുൽ രാധാകൃഷ്ണൻ, മഹേഷ് നാരായണൻ എന്നിവർ നിർവഹിക്കുന്നു. ഏപ്രിൽ 23 മുതൽ 26 വരെ നടക്കുന്ന 24ാമത് വാർഷിക ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ലോസ് ഏഞ്ചൽസിൽ പാട്രിയറ്റ് എന്ന സിനിമ പ്രദർശനത്തിനെത്തുന്നു എന്നതും ശ്രദ്ധേയമാണ്.